റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇന്നഫിൽ ഖുർആനി സൂറ, പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത്, അതിന്റെ പ്രത്യേകത തശ്ഫഉ ലിഖുർആനിഹാ, അത് ഓതുന്ന ആളുകൾക്ക് ആ സൂറത്ത് ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുന്ന, സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ആഖിറത്തിൽ ആ സൂറത്ത് ശഫാഅത്ത് ചെയ്യും. മാത്രമല്ല ആ സൂറത്ത് മറ്റൊരാൾ ഓതുന്നത് കേട്ട ആളുകൾ, ഞാൻ ഓതുന്നില്ല, പിന്നൊരാൾ ഓതുന്നു, ആ ഓതുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുകയാണ്, ആ കേൾക്കുന്ന ആളുകൾക്ക് ഖുർആനിലുള്ള ആ സൂറത്ത് പൊറുക്കലിനെ തേടും സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു, അത് ഏത് സൂറത്താണ്? അലാ വഹിയ സൂറത്തു യാസീൻ, യാസീൻ സൂറത്താണ്. പരിശുദ്ധമായ സൂറത്ത് യാസീന്റെ പ്രത്യേകതയാണ്, ഖുർആൻ മൊത്തമായിട്ടും ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു സൂറത്ത് യാസീൻ. യാസീൻ ഒരാൾക്ക് ശഫാഅത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. യാസീൻ ഒരാൾക്ക് ശഫാഅത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നസീബാണ്. ആ നസീബ് അത് ഓതുന്ന ആളുകൾക്കും അതുപോലെ ആ ഖുർആൻ ഓതുന്നത് കേൾക്കുന്ന ആളുകൾക്കും ലഭിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ സൂറത്ത് യാസീനിന് തൗറാത്തിൽ ഒരു പേരുണ്ടായിരുന്നു, മുഇമ്മത്ത് എന്ന പേരാണ്. മുഇമ്മ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചത് എന്നാണ്, എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചത് എന്നാണ് അതിന്റെ പേര്. മുഇമ്മത്ത് എന്ന് പറയുമ്പോ സ്വഹാബത്തിന് മനസ്സിലായില്ല. സ്വഹാബത്ത് അഭിമാനം ഞങ്ങളോട് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ്, ഓ നബിയേ, മൽ മുഇമ്മ, മുഇമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ എന്ന് ചോദിച്ചു. മുഇമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഹബീബായ ഞങ്ങൾ പറഞ്ഞു, തഉമ്മു സാഹിബഹാ ബിഖൈരി ദുനിയാ വതദ്ഫഉ അൻഹു അഹ്വാലൽ ആഖിറ. മുഇമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, തഉമ്മു സാഹിബഹാ, ഖുർആൻ ഓതുന്ന ആളുകളെ ബിഖൈരി ദുനിയാ, ദുനിയാവിന്റെ ഖൈർ എന്തൊക്കെയുണ്ടോ ആ ഖൈർ മുഴുവനും പരിശുദ്ധമായ സൂറത്ത് ഉൾക്കൊള്ളിച്ചതാണ്. എന്ത് ദുനിയാവിന്റെ ഖൈർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഖൈർ യാസീൻ കൊണ്ട് നേടിയെടുക്കാൻ കഴിയും. മാത്രമല്ല ആഖിറത്തിൽ കടന്നു വരുന്ന സർവ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും യാസീൻ കൊണ്ട് അല്ലാഹു തട്ടി ദൂരത്താക്കും സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് അഭിമാനങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ സൂറത്തിന്റെ യാസീനിന് യാസീൻ എന്ന പേര് മാത്രമല്ല, അതിന് പിന്നെയും രണ്ട് പേരുകളുണ്ട്. സൂറത്ത് യാസീനിന്റെ പേരാണ് സൂറത്തുൽ ദാഫിഅ, സൂറത്തുൽ ഖാദിയ, അങ്ങനെയും പേരുണ്ട്. അഭിമാനങ്ങൾ എന്താ ദാഫിയ എന്ന് പറഞ്ഞാൽ? ദാഫിയത്ത് എന്ന് പറഞ്ഞാൽ മുസീബത്ത് തടുക്കുന്ന സൂറത്ത്. ദാഫിയ തടുക്കുന്നത്, അപകടങ്ങൾ, മുസീബാത്തുകൾ, പ്രശ്നങ്ങൾ മുഴുവനും തടുക്കുന്ന സൂറത്ത്. പിന്നെ ഖാദിയ, ഖാദിയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും പൂർത്തിയാക്കി തരുന്ന സൂറത്ത്. അങ്ങനെയും രണ്ട് പേരുകളുണ്ട്. ഏതായാലും സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നീണ്ട അധീനാണ്. അതിന്റെ അഭിമാനങ്ങൾ ആദ്യത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, സൂറത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ 20 ഹജ്ജ് ചെയ്തതിന്റെ കൂലി കിട്ടുന്നവർ. അതിന് നീണ്ട അതീതാണ്. സൂറത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്യുമ്പോ അയാൾക്ക് 20 ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നു. എന്നിട്ട് അഭിമാനം പറഞ്ഞു, സൂറത്ത് യാസീൻ ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അയാള് 1000 ദീനാർ അള്ളാഹുവിന്റെ വഴിയിൽ സ്വതക്ക കൊടുത്തതിന്റെ കൂലി അയാൾ കിട്ടുന്ന. ഖുർആൻ ഓതുന്നില്ല, യാസീൻ ഓതുന്നില്ല, മറ്റൊരാൾ ഓതുന്നത് അയാൾ കേൾക്കുകയാണ്. കേട്ടാൽ തന്നെ അയാൾക്ക് 1000 ദീനാർ അള്ളാഹുവിന്റെ വഴിയിൽ സ്വതക്ക കൊടുത്തതിന്റെ കൂലി, ഓതിയാൽ 20 ഹജ്ജ് ചെയ്തതിന്റെ കൂലി. എന്നിട്ട് അഭിമാനങ്ങൾ പിന്നെയും പറഞ്ഞു, ഒരാള് പരിശുദ്ധമായ സൂറത്ത് യാസീൻ പ്ലേറ്റിലോ സാനിലോ അത് എഴുതിയിട്ട് എന്നിട്ട് അയാൾ അതിനെ കുടിച്ചാൽ
യാസീൻ ഒരാൾ മുഴുവനുമായിട്ട് എഴുതുന്നു പ്ലേറ്റിലോ സാണിയിൽ, എന്നിട്ട് അതിനെ വായിച്ച് അയാൾ കുടിക്കുകയാണ്. കുടിച്ചാൽ അറിവായ ഞങ്ങൾ പറഞ്ഞു 1000 മരുന്ന് കഴിച്ചാലുണ്ടാകുന്ന പവർ ആ വെള്ളം കൊണ്ട് കുടിച്ച ആളുകൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാനിൽ എഴുതാന്ന് പറഞ്ഞിട്ട് അതുണ്ട്, സാനിൽ എഴുതുന്ന ഖുർആൻ എഴുതാൻ, എന്നിട്ട് അതിനെ വെള്ളത്തിൽ മായിച്ചിട്ട് കുടിക്കാൻ വലിയ മരുന്നാണ്. എന്ത് വേണം? നീയത്ത് വേണം. നമ്മ മറ്റുള്ള ഡോള കുടിക്കുമ്പോ നല്ല നീയത്താണ്. ഡോള കുടിക്കുമ്പോ പിന്നെ പറയാനുണ്ടല്ലോ, പനിന്റെ ടാബ്ലറ്റുകൾ കുടിക്കുമ്പോ ഭയങ്കര നീയത്താണ്. കാരണം ഇത് കുടിച്ചാൽ എന്താ പറയാ, നമ്മളെ മനസ്സിന്റെ നീയത്തന്നെ ഇത് പഠിച്ചോനാണ്, അപ്പൊ നല്ല നീയത്താണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ആ നീയത്തന്നെ പോയില്ല. എന്ത് അത് കുടിച്ചിട്ട് പോകുന്നത്? ഇത് കുടിച്ചിട്ട് റസൂൽ പറഞ്ഞാൽ 1000 മരുന്ന് കുടിച്ചാൽ ഉണ്ടാകുന്ന പവർ ഈ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവും. റസൂലുള്ളാഹി 20 ഹജ്ജ് ചെയ്ത കൂലി കിട്ടും. കേട്ടാൽ 1000 ദീനാർ സ്വതക്ക കൊടുത്ത കൂലി കിട്ടും. ഇതൊക്കെ ഈ യാസീനിന്റെ പ്രത്യേകതയാണ്. യാസീനിന്റെ അബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിങ്ങൾക്ക് പഠിപ്പിച്ച പ്രത്യേകതയാണ്. അപ്പൊ ഏതായാലും ഓരേണ്ട സൂറത്താണ്, സ്നേഹിക്കേണ്ട സൂറത്താണ്, നമ്മുടെ ഉള്ളിൽ കാണാതെ പഠിച്ചിരിക്കേണ്ട സൂറത്താണ്, എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണ്ട സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് അതിന് ദാഫിയ പേരുണ്ട്, ഖാദിയാന്ന് പേരുണ്ട്. എത്രയോ ഉസ്താദന്മാരടുത്തല്ല പോയാൽ പ്രയാസം പറഞ്ഞാൽ പറയുക 40 യാസീൻ ഓതി, അല്ലെങ്കിൽ 786 യാസീൻ ഓതി, അല്ലെങ്കിൽ 11 യാസീൻ ഓതി. നിങ്ങളെ ബുദ്ധിമുട്ടന്ന് തീർത്തു തരും, നിങ്ങളെ പ്രയാസം തീർത്തു തരും. വെറുതെ പറയുന്നത് അത് ആ ഖുർആനിന് അത്ര വലിയ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്. ഒറ്റ തവണ ഓതിയാൽ തന്നെ കുറെ പ്രതിഫലമുണ്ട്. നല്ല നീയത്തോടെ നമ്മുടെ പ്രയാസം നീങ്ങളെന്ന നീയത്തോടെ 11 തവണ അല്ലെങ്കിൽ ആ നിർദ്ദേശിച്ച ആ സംഖ്യ അനുസരിച്ച് നാം യാസീൻ ഓതുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും അല്ലാഹു തീർത്തു തരും. പടച്ചറബ് യാസീൻ കാരണമായി നമ്മുടെ സർവ്വ ബുദ്ധിമുട്ടുകളും പടച്ചവനെ നീ തീർത്തു തരണേ അല്ലാഹു. എത്രയോ ആളുകളും രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് പടച്ചവനെ. ശാരീരികമായി പല കൊല്ലങ്ങളായി മരുന്ന് കഴിച്ച് ജീവിക്കുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ, യാസീനിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ നൽകണേ അല്ലാഹു. ഓരോ മുഅ്മിനും ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ ഒരു യാസീൻ ഓതാത്ത ദിവസങ്ങളില്ല. ഏതെങ്കിലും സമയത്ത് ഇരുന്ന് യാസീൻ ഓതുന്ന മുഅ്മിനീങ്ങളാണ് റബ്ബേ. നമ്മുടെ ഈ നാട്ടിൽ ഓരോ ദിവസങ്ങൾ ഇത്ര വീടുകളുണ്ട്. ആ വീടുകളിലുള്ള ഉമ്മമാർ ഓരോ ദിവസങ്ങളിൽ സ്വാധീനങ്ങൾ ഓതുന്ന യാസീനിന്റെ സംഖ്യ അനുസരിച്ചുകൊണ്ട് അല്ലാഹ് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ. ജീവിതത്തിൽ ഖൈറായ എല്ലാ കാര്യങ്ങളും ഖുർആനിന്റെ ബറക്കത്തോടെ നമ്മിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങൾ, നമ്മുടെ ജോലികൾ, നാട്ടുകാർ ചെയ്യുന്ന കച്ചവടങ്ങൾ, നാട്ടുകാരിൽ പലരും പല നാടുകളിൽ പോയി കുടുംബങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ആളുകളാണ്. എല്ലാവരുടെ മഈശത്തിന്റെ വഴിയിലും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടലിൽ അധ്വാനിക്കുന്ന ആളുകൾ മാസങ്ങളായി സങ്കടം പറയുന്ന വലിയ പ്രയാസത്തിലാണ് അല്ലാഹുവേ, അവർക്ക് നീ ഖൈർ അടുപ്പിക്കണേ അല്ലാഹ്. ബറക്കത്ത് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, നമ്മുടെ കയ്യിൽ നീ തന്നതല്ലാതെ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല പടച്ചവനെ. എല്ലാം നീ തന്നതാ. നീ വേണ്ട സമയത്ത് അത് തിരിച്ചെടുക്കുമെന്ന് നമുക്കറിയാം അല്ലാഹ്. ആ നീ തന്നത് നമ്മിൽ നീ ബാക്കി വെക്കുന്ന കാലം അതിലൊക്കെയും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷവും സമാധാനവും നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, കൊല്ലം പരിശുദ്ധ ഹജ്ജിന് വേണ്ടി കരുതിയ ഹാജിമാർ അല്ലാഹ്, അവരുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്കും പടച്ചവനെ, ഹജ്ജിന്റെ മാസം വരുമ്പോ, ഹജ്ജിന്റെ ദിവസങ്ങൾ വരുമ്പോ നിന്റെ ഹറമിന്റെ ഭൂമിയിൽ ഒരുമിച്ചുകൂടാൻ ആരോഗ്യമുള്ള സമയത്ത്, ആഫിയത്തുള്ള സമയത്ത്, മരിക്കുന്നതിന്റെ മുമ്പ് നീ ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹ്, ഈ സദസ്സിൽ ഹജ്ജ് ചെയ്ത ആളുകൾ, ഉംറ ചെയ്ത ആളുകൾ പലരുമുണ്ട്. അവർ ചെയ്ത ആ പുണ്യ കർമ്മങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. بحق سيدنا محمد صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير.